സൗദി അറേബ്യയുടെ 13 പ്രവിശ്യകളിലായി 14 കേന്ദ്രങ്ങളിൽ എത്താൻ പോകുന്ന വിനോദ ടൂറിസം പദ്ധതിയാണ് സെവൻ. സെവൻ്റെ ആദ്യ എഡിഷൻ അബഹയിലാണ് തുറന്നത്. ഇപ്പോൾ തബൂക്കിലെ എഡിഷനും തുറന്നിരിക്കുന്നു. എന്താണ് സെവൻ വഴി സൗദി അറേബ്യ നേടാൻ പോകുന്നത്? എന്തൊക്കെ അവസരങ്ങളാണ് തൊഴിൽ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്നത്? സൗദി അറേബ്യയുടെ സമ്പദ്വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയെന്ന വിഷൻ 2030 പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കായിക വിനോദ മേഖലയിലെ കുതിച്ചുചാട്ടം. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സൗദി എന്റർടൈൻമെന്റ് വെഞ്ചേഴ്സിന്റെ അഥവാ സെവൻ എന്ന ഭീമൻ സംരംഭം ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി 50 ശതകോടിയിലധികം സൗദി റിയാൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യ എഡിഷൻ സൗദിയിലെ അസീർ പ്രവിശ്യയിലുള്ള അബഹയിൽ തുറന്നിരുന്നു. സെവൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ തുറന്നിരിക്കുന്നത് തബൂക്കിലാണ്. സെവൻ്റെ ഓരോ കേന്ദ്രവും ഒരുക്കുന്ന അന്തരീക്ഷം കേവലം ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് കുടുംബങ്ങൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പൂർണ്ണ ലഷർ എക്കോസിസ്റ്റമാണ് സെവൻ. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ജനപ്രിയ ബ്രാൻഡുകളുമായി കൈകോർത്താണ് ഇതിലെ വിനോദങ്ങൾ ഓരോന്നും ഒരുക്കിയിരിക്കുന്നത്. വാർണർ ബ്രദേഴ്സ്, ഡിസ്കവറി അഡ്വഞ്ചേഴ്സ്, ഹാസ്ബ്രോ, മേറ്റൽ, ക്ലിപ്പ് ആൻഡ് ക്ലൈംബ് തുടങ്ങിയ ആഗോള വിനോദ കമ്പനികളുടെ സഹകരണത്തോടെയാണ് ഇതിനകത്തുള്ള വിനോദങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. വിവിധ തീമുകളിലുള്ള ഇൻഡോർ അഡ്വഞ്ചർ പാർക്കുകൾ, എക്സ്പീരിയൻസ് സോണുകൾ എന്നിവ ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയോട് കൂടിയ മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററുകൾ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻ്ററുകൾ, കാർട്ടിംഗ് ട്രാക്കുകൾ, ബൗളിംഗ് കേന്ദ്രങ്ങൾ, വാട്ടർ പാർക്കുകൾ, ഇൻഡോർ സ്കീ സോണുകൾ എന്നിവയും ഇതിനകത്ത് സജ്ജീകരിക്കുന്നു. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ റീറ്റെയിൽ ഷോപ്പുകൾ, വൈവിധ്യമാർന്ന വിദേശ പ്രാദേശിക വിഭവങ്ങൾ ലഭ്യമാക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിവയും ഇവിടെയുണ്ട്. ഇതുവരെ സൗദിയിലെ ജനങ്ങൾ വലിയ വിനോദങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന അവസ്ഥക്കാണ് സെവൻ മാറ്റം വരുത്തുന്നത്. ഇതിനകം തന്നെ സൗദി അറേബ്യക്കകത്തുള്ളവർ ചെറിയ അവധി വരുമ്പോഴേക്ക് രാജ്യം വിട്ടുപോകുന്ന ശീലം അവസാനിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തു തന്നെ ഇതിനനുസൃതമായ പദ്ധതികൾ ഒരുങ്ങിയതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. സ്വദേശികളുടെ സാമ്പത്തിക ചിലവഴിക്കൽ രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താനും വിനോദ നികുതി വഴി പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സെവന് സാധിക്കും. യുവാക്കൾക്ക് 10,000-കണക്കിന് തൊഴിലവസരങ്ങളും ഇതുവഴി സൃഷ്ടിക്കപ്പെടും. ആഗോളതലത്തിൽ സൗദിയെ ഒരു മികച്ച ടൂറിസം കേന്ദ്രമായി അടയാളപ്പെടുത്തലും ഇതിൻ്റെ ലക്ഷ്യമാണ്. നഗരങ്ങളിലെ ജനങ്ങളുടെ ദിനചര്യകളിൽ മാനസികോല്ലാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിത നിലവാരം ഉയർത്താനും ഇത് സഹായിക്കുന്നു. സൗദിയിലുടനീളം 13 നഗരങ്ങളിലായി 14-ലധികം കേന്ദ്രങ്ങളാണ് സെവൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. തലസ്ഥാന നഗരിയായ റിയാദിൽ അൽ ഹംറ, അൽ റബവ തുടങ്ങിയ പ്രധാന മേഖലകളിൽ സെവൻ വരുന്നുണ്ട്. ഇവക്ക് പുറമെ ജിദ്ദ, മക്ക, തബൂക്ക്, യാംബു, ദമാം, അൽകോബാർ, അൽ-അഹ്സ, ത്വായിഫ്, ജീസാൻ, ബുറൈദ, അൽ ഖർജ് എന്നിവിടങ്ങളിലും സെവൻ എത്തും. ഭൂരിഭാഗം പ്രദേശങ്ങളിലും സെവൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലോ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലോ ആണ്. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, പ്രാദേശിക സൗദി നഗരങ്ങളിലെമ്പാടും വിനോദ സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ തന്ത്രപ്രധാനമായ സമീപനം. സെവൻ്റെ പ്രാഥമിക ലക്ഷ്യം സൗദി പൗരന്മാരും രാജ്യത്ത് താമസിക്കുന്ന വിദേശികളായ കുടുംബങ്ങളെയുമാണ്. രാജ്യത്തിലെ ജനസംഖ്യയിലെ വലിയൊരു ഭാഗം വരുന്ന യുവാക്കളുടെയും കുട്ടികളുടെയും
വിനോദ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നത്. GCCയിൽ നിന്നുള്ള സന്ദർശകരെയും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് സൗദിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിലാണ് 7 കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ പ്രവിശ്യക്കും അവരുടെ സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങൾ 7ന്റെ ഉള്ളടക്കത്തിലുണ്ടാകും. സൗദി വിഷൻ 2030 പൂർത്തിയാകുമ്പോഴേക്കും പ്രതിവർഷം 90 മില്യൺ സന്ദർശകരെ ആകർഷിക്കുക എന്നതാണ് 7 ഇതുവഴി ലക്ഷ്യമിടുന്നത്.